അറബികൾക്ക് മരണം, രണ്ടാം നക്ബ വരുന്നു തുടങ്ങിയ തീവ്ര വംശീയ മുദ്രാവാക്യം മുഴക്കിയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ജെറുസലേമിൽ തീവ്ര ദേശീയവാദികളായ ഇസ്രയേൽ ഫ്ലാഗ് മാർച്ച് നടത്തുന്നത്. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ ഫലസ്തീൻ ഭൂമികൾ പിടിച്ചെടുക്കുമെന്നും എതിർക്കുന്നവരെ നേരിടുമെന്നുമുള്ള പ്രത്യക്ഷ പ്രഖ്യാപനങ്ങളും ഉണ്ടായി. ഫലസ്തീനികളെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച പ്രകടനക്കാർക്ക് പിന്തുണയുമായി അധിനിവേശ സേനയും പോലീസും മർദ്ദനത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്കെതിരെയും സംഘം ആക്രമണം നടത്തി. മാധ്യമപ്രവർത്തകർ നിലയുറപ്പിച്ച ഭാഗത്തേക്ക് ഇസ്രയേൽ കല്ലെറിയുകയായിരുന്നു. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർക്ക് കല്ലേറിൽ പരിക്കേറ്റിട്ടുമുണ്ട്. ഇസ്രയേലിലെ തീവ്ര വംശീയ ഗ്രൂപ്പായ ഹെലാവയുടെ കറുത്ത കൊടികളും ഇസ്രയേൽ പതാകകളും കയ്യിലേന്തിയ പ്രകടനക്കാർ നിങ്ങളുടെ ഗ്രാമം ചുട്ടരിക്കുമെന്ന മുദ്രാവാക്യങ്ങൾ റാലിയിൽ ഉടനീളം മുഴക്കുന്നുണ്ടായിരുന്നു. 1967 ഗൾഫ് യുദ്ധത്തിൽ ഇസ്രയേൽ ജെറുസലേം പിടിച്ചെടുത്തതിൻ്റെ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമാണ് ഫ്ലാഗ് മാർച്ചുകൾ വർഷം തോറും ഇസ്രയേൽ നടത്താറുള്ളത്. അറബികളിൽ നിന്നും പിടിച്ചെടുത്ത വിജയം ആഘോഷിക്കുകയാണ് ഞങ്ങൾ എന്നായിരുന്നു ഇസ്രയേലിലെ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമാർ ബെൻ ഗിർ അവകാശപ്പെട്ടത്. ഫ്ലാഗ് മാർച്ചിന് മറുപടി എന്നോണം അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഫലസ്തീനും ഫ്ലാഗ് മാർച്ച് നടത്തി. മുൻ വർഷങ്ങളിലെ ഫ്ലാഗ് മാർച്ചുകളും വലിയ അക്രമാസക്തമായ ഒന്നായിരുന്നു. ഫലസ്തീനികളെ ക്രൂരമായി ആക്രമിച്ച ഫ്ലാഗ് മാർച്ചിനെതിരെ ജോർദാൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള സംഘട്ടനം അതിരൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ധാരാളം ഫലസ്തീനികളെ ഇസ്രയേൽ കൊലപ്പെടുത്തുന്നത്. ഫലസ്തീനികളുടെ ഭൂമികളും വീടുകളും വ്യാപകമായി ആക്രമിക്കുകയും ഫലസ്തീനികൾക്ക് നേരെ സ്ഥാപനങ്ങൾക്ക് നേരെയും അക്രമങ്ങൾ നടക്കുന്ന സംഭവങ്ങളും ഫലസ്തീനിലും ഗസയിലും വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലൊക്കെ പതിവായിട്ടുണ്ട്.